വക്രതുണ്ടായ വിദ്മഹി വക്രതുണ്ടായ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാഭ്യങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. സായീശ്വരായ വിദ്മഹി സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായി രാമായ വിദ്മഹി ആത്മാരാമായ ധീമഹി തന്നോ ഭാവ പ്രചോദയാത്. ആഞ്ജനേയായ സരസ്വതി. എല്ലാവർക്കും സായിരാം. ഇന്ന് ഗുരുപൗർണമിയാണ്. സാധകന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. നമുക്കൊക്കെ ആർക്കൊക്കെയാണോ ഗുരുക്കന്മാര്, ആ ഗുരുക്കന്മാര് പരാവിദ്യയെ പറ്റി പഠിപ്പിച്ചു തരുന്ന ഗുരുക്കന്മാര്, ആ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ് ഇന്ന്. വളരെ നമ്മുടെ ഭാരതീയ തത്വചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക ദിവസം ആണ് ഇന്ന്. ഗുരുപൗർണിമ എന്ന് പറയും ഈ ദിവസത്തിന്. കാരണം ഗുരുക്കന്മാരുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗുരു വ്യാസമഹർഷിയാണ്. ഇതിഹാസവും പുരാണവും ഒരു മഹത്തായ പുരാണവും വേദങ്ങളെയൊക്കെ പകുത്ത് നാലാക്കിയൊക്കെ ആയിട്ടുള്ള അങ്ങേയറ്റത്തെ പണ്ഡിതനും അതേമാതിരി തന്നെ അങ്ങേയറ്റം ബ്രഹ്മജ്ഞാനം നേടിയ ഒരു യോഗിവര്യനുമായിട്ടുള്ള വ്യാസമഹർഷിയുടെ പിറന്നാളാണെന്ന പ്രതീക ആത്മാവാണ് ഈ ദിവസത്തെ ആചരിക്കുന്നത് ഭാരതദേശത്തിലൊക്കെ. അത് ഒരു പ്രതീകം മാത്രം. കാരണം എല്ലാ സാധകന്മാരും എല്ലാ ആധ്യാത്മിക അന്വേഷകന്മാരും അവർക്ക് ഈ വേദാന്ത കാര്യങ്ങളൊക്കെ പകർന്നു തന്നിട്ടുള്ള ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, ആദരിക്കുക, പൂജിക്കുക ചെയ്യുന്ന വിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ വ്യാസപൂർണിമ അല്ലെങ്കിൽ ഗുരുപൂർണിമ. അന്ന് പൂർണ്ണചന്ദ്രനാണ്, ആ ദിവസമാണ് ഉണ്ടായിരിക്കുക. അപ്പൊ അതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ ജ്ഞാനം പ്രകാശിതമാവുക എന്ന ആ ഒരു സങ്കല്പമാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്. നമ്മളിപ്പോ കുറെ കാലങ്ങളായിട്ട് പല പല സംഘടനാപരമായ പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് മാറ്റിവെച്ചിരുന്ന നമ്മളുടെ ഈ സത്യം ശിവസുന്ദരം അതിൻ്റെ പാരായണം ഇന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഇത് വായിച്ച് ആനന്ദം ലഭിക്കട്ടെ എന്ന് ഈ വ്യാസപൗർണമി ദിനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യം നിർത്തുമ്പോൾ ഒരു സുകുമാരമേന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത്. അദ്ദേഹത്തിന് ഭഗവാൻ ഫോണിൽ കൂടെ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പുട്ടപ്പരുത്തിക്ക് വരാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഒരു അത്ഭുതമാണ് നമ്മൾ വായിച്ചത്. ഇനി ഞാൻ വായന തുടരാം. വാസ്തവത്തിൽ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യസായിബാബയും ഷിർദി സായിബാബയും തമ്മിലുള്ള പല കാര്യങ്ങളിലും അവർ തമ്മിലുള്ള ആ സാമ്യത, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വായിക്കാൻ പോണു. വാസ്തവത്തിൽ സായി സച്ചരിതത്തിൽ 68-ാം പുറത്തിൽ പറഞ്ഞ സംഗതികളാണ് ഇന്ന് പുട്ടപ്പർത്തിയിൽ നടക്കുന്നത്. ബാബ സമ്മതിച്ചാലല്ലാതെ ഒരു ഭക്തനും ബാബയെ സമീപിക്കാൻ സാധ്യമല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും അവിടെ പോകാവുന്നതുമല്ല. അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആർക്കും അവിടെ താമസിക്കാൻ പറ്റില്ല. ബാബയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലേ അവിടെ പാർക്കാൻ ഒക്കൂ. ബാബ അനുവദിച്ച അവധി കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് പോയി കഴിയും. ഒരിക്കൽ ബുക്കപ്പട്ടണത്തിൽ നിന്നും കുറെ കാളവണ്ടികൾ വന്നു. നാനാഭാഗത്തു നിന്നും വന്ന അനവധി ഭക്തന്മാരായിരുന്നു അവയിൽ. ബാബ സന്തോഷം കൊണ്ട് പാടി, ആയാ ഹൈ ആയാ ഹൈ ബാബാജി കെ കാരവൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന ജനങ്ങൾ അവരവരുടെ അയൽവാസികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയുന്നു, അങ്ങനെ സംഖ്യ വർദ്ധിക്കും. അത് കേട്ട് ബാബ എന്നോട്, ഇല്ല, ഞാൻ ആഗ്രഹിച്ചാലല്ലാതെ ഒരാൾക്കും എൻ്റെ അടുത്ത് വരാൻ കഴിയില്ല. ഒരു 100 ആൾക്കാർ ഒരുമിച്ച് അയാളെ വലിച്ചോട്ടെ, ഉന്തിക്കോട്ടെ, അതൊക്കെ നിഷ്പ്രയോജനമാണ്. പുട്ടപ്പരുത്തിക്ക് മടങ്ങുന്ന ഓരോ ഭക്തനും ബാബയോട് പ്രാർത്ഥിക്കുന്നു, ദയചെയ്ത് ഒരിക്കൽ കൂടി വരാൻ സഹായിക്കണേ ഭഗവാനെ, ഇനിയും ഇവിടെ വരാൻ എന്നെ സഹായിക്കണേ. കാരണം അയാൾക്കറിയാം അദ്ദേഹത്തിന്റെ സങ്കല്പത്താലല്ലാതെ തീർത്ഥയാത്ര നടക്കില്ല എന്ന്. അദ്ദേഹം താമസിക്കൂ എന്ന് പറയുമ്പോൾ അവർ താമസിക്കുന്നു.
ആഫീസിൽ കൽപ്പനയുണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി, പോകേണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ അവർ പോകുന്നില്ല. പോ എന്ന് പറയുമ്പോൾ വേണ്ടെങ്കിലും പോകുന്നു. ഷിർദി ബാബയുടെ ഭക്തന്മാരുടെ അനുഭവം ഇത് തന്നെയാണ്. പോകണം എന്ന് പറഞ്ഞാൽ, ബാബ പറഞ്ഞാൽ എന്തെങ്കിലും അടിയന്തര ജോലി അവരുടെ നാട്ടിൽ കാത്തിരിപ്പുണ്ടാവും. ഇത് ക്ലിയർ. ബാബയുടെ സമ്മതമില്ലാതെ ആദ്യകാലങ്ങളിൽ, ഇപ്പൊ അവസാനമൊക്കെ ആകുമ്പോഴേക്ക് അതൊക്കെ കുറെ മാറിപ്പോയി. കാരണം അത്രയും തിരക്കായി. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ പോയിരുന്ന സമയത്തൊക്കെ നമ്മൾ മടക്കം എപ്പോഴാ വരിക എന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടൊന്നുമല്ല വരിക. കാരണം മടക്കം നമുക്ക് ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞാൽ മടങ്ങാന്നുണ്ടായിരിക്കാം. എന്നാലും നമ്മൾ വീട്ടിലൊക്കെ പറയുക, ഭഗവാന്റെ സമ്മതപ്രകാരം ആണ് ഞങ്ങൾക്ക് മടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ നീണ്ടുപോയി എന്ന് വരും. അന്ന് ഇതേമാതിരി മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്യാനും വലിയ പ്രയാസമാണ് പുട്ടപർത്തിയിലൊക്കെ ആ കാലത്ത്. എവിടെയും കിട്ടുമൊന്നുമില്ല. അപ്പോൾ അറിയിക്കാനൊക്കെ വിഷമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു പോണത്. ബാബ സമ്മതിച്ചല്ലാതെ നമുക്ക് മടങ്ങാൻ ആ കാലത്തൊന്നും ആരും മടങ്ങില്ല. ബാബ അവിടെ ഇരിക്കെ, ബാബ ചില സമയത്ത് പറയും വെയിറ്റ് എന്ന്. നമ്മള് പോവാനൊക്കെ വിചാരിച്ചൊരു ദിവസം പെട്ടിയൊക്കെ എടുത്തു വെച്ച് ഭഗവാൻ സമ്മതിക്കും എന്ന വിചാരത്തിൽ പെട്ടിയൊക്കെ അടക്കി വെച്ച്, അന്നൊക്കെ അധികവും വാനിലോ ബസ്സിലോ ഒക്കെയാണ് പോവുക. കാരണം ഇതേമാതിരി വണ്ടിയോ അതിന് കണക്ഷൻ ബസ്സോ ഒന്നുമില്ല. വളരെ ബുദ്ധിമുട്ടല്ലേ യാത്രയൊക്കെ. അപ്പോൾ സ്വന്തം രീതിയിൽ വല്ല വാനോ ഒക്കെ. ഞാനൊക്കെ ഏറ്റവും അധികം പോയിട്ടുള്ളത് ചെറിയ ചെറിയ വാനുകളിലും ബസ്സുകളിലും ഒക്കെ ആ കാലത്തൊക്കെ. അങ്ങനെ പോയിട്ട് നമ്മൾ ഏകദേശം നമുക്ക് മടങ്ങാം എന്നൊരു ദിവസം നമ്മളെല്ലാവരും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ റെഡിയായിട്ട്, ദർശന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് ഭഗവാനോട്, സ്വാമി ഞങ്ങൾ ഇനി പോയി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ രമ്പ സന്തോഷം ശരി എന്ന് പറയും. അല്ലെങ്കിലോ വെയിറ്റ് എന്ന് പറയും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പിന്നെ അവിടെ നിൽക്കുക തന്നെ വേണം. അത് എനിക്ക് ലീവില്ലാന്നോ, എനിക്ക് അവിടെ ഉടനെ എത്തണമെന്നോ, എൻ്റെ കുട്ടിയുടെ പരീക്ഷയാണെന്നോ, അല്ലെങ്കിൽ എനിക്ക് അത് അടയ്ക്കണമെന്നോ ഇത് അടയ്ക്കണമെന്നോ, എത്തിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഒന്നും ഭഗവാന്റെ അടുത്ത് നടക്കില്ല. കാരണം അങ്ങനത്തെ എന്തുണ്ടെങ്കിലും അത് ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള തികഞ്ഞ വിശ്വാസം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. എത്രയോ അനുഭവങ്ങൾ. സ്വാമി പോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിരിക്കും. ഭഗവാൻ അതിനൊക്കെയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ ഇരുത്തിയാൽ വളരെ സമാധാനത്തോടു കൂടി ഇരിക്കാം നമുക്ക്. ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തകരാറും വരില്ല. വേഗം മടങ്ങിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിന് മുമ്പേ നമ്മളെ ദർശന ലൈനിൽ നിന്നൊക്കെ കണ്ടിട്ട് സ്വാമി പറയും, എന്താ പോകുന്നില്ലേ, ഇന്ന് മടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അപ്പം മടങ്ങണം. എന്തെങ്കിലും കാര്യം നമുക്കിവിടെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളാണ് ഇവിടെ പറയണത്. ബുക്കപട്ടണത്തിൽ നിന്ന് കുറെ കാളവണ്ടിയിൽ നിറയെ ആൾക്കാരായിട്ട് ബാബയെ കാണാൻ വന്നു. ബാബയ്ക്ക് സന്തോഷമായി. വരൂ ഒരു കാരവൻ നിറയെ നിങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു. അത് അപ്പോ അദ്ദേഹം പറഞ്ഞു, ആരാണ്, കസ്തൂരിസ്വാമി പറഞ്ഞു, ഇത്തരം ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോയാൽ ഇവരുടെ സ്വന്തം ആൾക്കാരോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ ഇവിടുത്തെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്താലേ നിറയെ ആൾക്കാർ ഇവിടെ വന്നാൽ വല്ലാത്ത തിരക്കാവില്ല ഇവിടെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതൊന്നും നീ പേടിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. ഞാൻ സങ്കല്പിച്ചല്ലാതെ ഒരാൾക്കും ഇവിടെ എന്നെ വന്നിട്ട് കാണാൻ കഴിയില്ല. എത്ര ആരാഗ്രഹിച്ചാലും വരാൻ പറ്റില്ല. എനിക്കൊക്കെ തന്നെ എത്രയോ അറിയാം. സ്വാമിയുടെ സ്വധാമ പ്രവേശനത്തെ ശേഷം പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വലിയ അബദ്ധം പറ്റിപ്പോയി. കുറച്ച് കഴിയട്ടെ കാണാം എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ഓരോരോ തിരക്കുകൾ കാരണം അവിടെ പോയിട്ടൊന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചു. ഞങ്ങൾക്കിപ്പോ വലിയ നഷ്ടബോധം തോന്നുന്നു. ഒന്ന് കാണാമായിരുന്നില്ലേ ഒരു അവതാര സ്വരൂപം വന്നിട്ട്. അല്ലെങ്കിൽ അവതാരം അല്ല എന്ന് വെച്ചാൽ ഒരു മഹാപുരുഷൻ, അദ്ദേഹത്തിന്റെ ഒരു ദർശനത്തിന് ഒരു ദിവസം രാത്രിത്തെ സഞ്ചാരം കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അത് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന വലുതായിട്ടുള്ള കുറ്റബോധം ഉണ്ടായ ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ ആ കാലങ്ങളിലൊക്കെ എത്തുമ്പോഴേക്ക് ഭഗവാന്റെ മഹിമ അങ്ങോട്ട് ലോകം മുഴുവൻ നിറഞ്ഞല്ലോ. എത്താത്ത ഒരു സ്ഥലവും ഇല്ലല്ലോ. ഭഗവാന്റെ നേരെ ഉണ്ടായിരുന്നതായിട്ടുള്ള ആദ്യകാലങ്ങളിൽ ഉണ്ടായ വിമർശനങ്ങളൊക്കെ കെട്ടടങ്ങിയിട്ടുള്ള ഒരു കാലം. ഭഗവാൻ ഒരു അവതാര, ഒരു ഈശ്വര തുല്യനാണ് എന്ന്
ഒരുവിധം എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാലഘട്ടം. അദ്ദേഹത്തിനെ എതിർത്ത നിരീശ്വരവാദികൾ പോലും മൗനം പാലിച്ചു നിൽക്കുന്ന ആ കാലഘട്ടത്തിലൊക്കെ അവിടേക്ക് എത്തിയിട്ടും ഒന്ന് കാണാൻ സാധിക്കാത്തതായി എന്ന ഒരു കുറ്റബോധം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാ സ്വാമി പറഞ്ഞത്, എന്റെ സങ്കല്പം ഇല്ലാണ്ട് ഒരു കുട്ടിക്ക് പോലും ഇവിടെ വരാൻ പറ്റില്ല, എന്നെ ദർശിക്കാനും സാധിക്കില്ല. ഒരു 100 ആൾക്കാർ അയാളെ പിടിച്ചു വലിച്ചോട്ടെ, ഇങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ഉന്തിക്കോട്ടെ, എന്നാല് അതൊക്കെ നിഷ്പ്രയോജനമാണ്. ഞാൻ സങ്കല്പിക്കണം. പുട്ടപ്പരുത്തിയിൽ നിന്ന് മടങ്ങുന്ന ഓരോ ഭക്തനും ബാബയോട് പ്രാർത്ഥിക്കും, ഭഗവാനെ ദയ ചെയ്ത് ഒരിക്കൽ കൂടി വരാൻ സഹായിക്കണേ എന്ന്. അന്നൊക്കെ ഞങ്ങൾക്ക് മടങ്ങി വരുമ്പോ നമുക്കൊക്കെ കരച്ചിൽ വരും. അയ്യോ, ഇവിടുന്ന് ഇങ്ങനെ ഉടനെ പോണ്ടേ, എത്ര സന്തോഷമായിട്ടാണ് നിന്നുണ്ടായിരുന്നു. ആ ദർശനം കാണാനും കണ്ടാലും മതിയാവുന്നില്ലല്ലോ അത്രയായിട്ടും, ഇനി മടങ്ങി പോണ്ടേ. എന്നിട്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന സങ്കടം വല്ലാത്ത സങ്കടമാണ് ആ കാലത്തൊക്കെ സ്വാമി കണ്ടു മടങ്ങുമ്പോ. അപ്പോ കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്നെ സഹായിക്കണേ, ഇനിയും വരാൻ വേണ്ടി. കാരണം ആ കുറച്ച് പോയിട്ട് അവിടെ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ഭഗവാന്റെ സങ്കല്പം ഇല്ലാണ്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ, പുട്ടപ്പരുത്തിയിലേക്ക് എത്താൻ ആർക്കും സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതല്ല, അതേമാതിരി തന്നെ എന്തൊക്കെ അവിടെ നടന്നാലും ഭഗവാൻ പോണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റില്ല. പോണത് ശരിയല്ല, പോയ അപകടം. അല്ല, പെട്ടെന്ന് ഭഗവാൻ വന്നിട്ട് വേഗം പോയിക്കോ എന്ന് പറഞ്ഞാലോ അപ്പൊ പോവും വേണം. എന്തോ കാര്യമായിട്ട് നമ്മളെ അവിടെ കാത്തു കിടക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഷിർദി ബാബയുടെ സമയത്ത് ഇത് തന്നെയാണ് സ്ഥിതി. ഇതേമാതിരിയാ. അന്ന് ഇതിനേക്കാളും കർക്കശായിരുന്നു. അന്ന് ഭഗവാൻ എത്ര കാലത്താണ് ഓരോരുത്തരെ പിടിച്ചു വെക്കുക. ഒരു MLA ഒക്കെ ആയിരുന്ന കപാഡിയൊക്കെ അദ്ദേഹത്തിന് വലിയ ഒരുപാട് ലെജിസ്ലേറ്റീവ് കൗൺസിലില്, ആ കാലത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള ആളെ ഒരു പ്രാവശ്യം ഭഗവാൻ അവിടെ 3 മാസത്തിലധികം നിർത്തിച്ചു, പോവാൻ സമ്മതിക്കാതെ. അദ്ദേഹം അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം നിന്നതും. അദ്ദേഹത്തിനുള്ള ഒരുപാട് ആധ്യാത്മിക അനുഭവങ്ങളുടെയൊക്കെ രേഖകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അദ്ദേഹം എഴുതിയ ഡയറികളും ഒക്കെ പ്രസിദ്ധമാണ്. അപ്പൊ അങ്ങനെ ഷിർദി ബാബയുടെ അടുത്തും അതേമാതിരി തന്നെയാണ്. ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോവാൻ പറയും, അല്ലെങ്കിൽ പോണ്ടാന്ന് പറയും. പോണ്ടാന്ന് പറഞ്ഞാൽ പോവാൻ പറ്റില്ല. അപ്പൊ അതേമാതിരി തന്നെയാണ് സത്യസായി ബാബയുടെയും ഉണ്ടായിരുന്നത്. പിന്നെ സത്യസായി ബാബയുടെ ഒക്കെ പ്രശസ്തിയൊക്കെ വർദ്ധിച്ച് നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ ജനങ്ങൾ കുത്തിക്കയറാൻ തുടങ്ങിയപ്പോൾ ഈ കാര്യങ്ങളൊന്നും അത്ര നിഷ്കർഷയൊന്നും വെക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. അപ്പോഴൊക്കെ എന്ത് ചെയ്യും, ഒന്നുകിൽ മന്ദിരത്തിന് മുമ്പിൽ നമസ്കരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരും, അല്ലെങ്കിൽ ആ ഗണേശന്റെ മുമ്പിൽ നമസ്കരിച്ചിട്ട് തിരിച്ചു പോരും. കാരണം നേരിട്ട് ചോദിക്കാനൊന്നും സാധിക്കാത്ത കാലമായി പോയി പിന്നെയൊക്കെ ഉണ്ടായത്. ഈ 2 അവതാരങ്ങളും തമ്മിൽ പല സംഗതികളിലുമുള്ള ഐക്യരൂപം ഇനി വിസ്തരിക്കേണ്ടതില്ല. ഇപ്പൊ കുറെ പറഞ്ഞു കഴിഞ്ഞു. സത്യസായി ബാബയുടെ ഭക്തർ തങ്ങളെ ബാബ സമാധാനിപ്പിക്കുന്ന അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് പേടി എന്തിന്? നിങ്ങൾ എന്നിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, ഞാൻ നിങ്ങളിലും. എന്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകപ്പെടുന്നു. നിങ്ങളുടെ ഭാരമെല്ലാം ഞാൻ ചുമക്കും. എന്നിൽ നിന്നാവുന്നത്ര ആനന്ദം എടുത്തോളൂ. നിങ്ങളുടെ വ്യസനങ്ങളെല്ലാം എന്നെ ഏൽപ്പിക്കൂ. ഈ സമാശ്വാസന വാക്കുകൾ, രക്ഷിക്കാമെന്ന വാഗ്ദത്തങ്ങൾ 2 ബാബമാരും അതേ രീതിയിൽ തന്നെ ഭക്തന്മാർക്ക് നൽകിയിട്ടുണ്ട്. എന്നെ പൂജിക്കാൻ ആർഭാടമൊന്നും വേണ്ട. അഷ്ടാംഗ ഷോഡശാംഗ പൂജകളൊന്നും എനിക്ക് ആവശ്യമില്ല. എവിടെ പൂർണ്ണ ഭക്തിയുണ്ടോ അവിടെ ഞാനുണ്ട്. എന്റെ സർക്കാരിന്റെ ഖജാന എപ്പോഴും നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ആ ധനം കുഴിച്ചെടുത്ത് വണ്ടിയായി കൊണ്ടുപോയിക്കൊള്ളൂ. ഈ അവസരം എനിക്ക് കിട്ടി എന്ന് വരില്ല. ഓരോരുത്തരും സ്വന്തം അഭിപ്രായം സാധു എന്നാണെന്ന് സ്ഥാപിക്കുന്നതിൽ വാശി പിടിക്കേണ്ട. മറ്റുള്ളവരുടെ വാദങ്ങൾ ഖണ്ഡിക്കാനും ശ്രമിക്കേണ്ട. ആരുടെ ശ്രദ്ധ എന്നിൽ പതിയുന്നുവോ അവന് ഒന്നിനാലും ഉപദ്രവം നേരിടുകയില്ല. നാസ്തികരുടെയും മതത്തിൽ വിശ്വാസമില്ലാത്തവരുടെയും ദുഷ്ടന്മാരുടെയും സഹവാസം ത്യജിക്കുക. എല്ലാവരും ശാന്തശീലവും വിനയവും കാണിക്കുക. എന്നെ ഏതിലും കാണുക. പ്രാണികളിലും ഉറുമ്പുകളും ചരങ്ങളും അചരങ്ങളും എല്ലാം അടങ്ങിയ ഉലകം
എൻ്റെ ദേഹമാണ്, രൂപമാണ്. എന്ത് വേണമെങ്കിലും ആർക്കും എനിക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ ഞാൻ കൊടുക്കുന്നത് സ്വീകരിക്കാൻ അവർക്ക് അർഹതയുണ്ടോ എന്ന് എനിക്ക് നോക്കേണ്ടതുണ്ട്. എന്നെ നിങ്ങൾ ഹൃദയപൂർവ്വം വീക്ഷിക്കുക, പകരം ഞാനും നിങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ വീക്ഷിക്കും. ആത്മജ്ഞാനം ഉണ്ടാവാൻ ധ്യാനം അത്യാവശ്യമാകുന്നു. അത് നിങ്ങൾ തുടർച്ചയായി ശീലിച്ചാൽ ചീത്തവൃത്തികൾ ശാന്തമാവും. ദാഹമുള്ളവർക്ക് കുടിനീർ കൊടുക്കുക, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുക, അപരിചിതർക്ക് ഇരുന്ന് വിശ്രമിക്കാൻ നിങ്ങളുടെ കോലായി നൽകുക. കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തോളൂ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ പട്ടിയെപ്പോലെ കുരയ്ക്കണ്ട. എനിക്ക് പ്രവേശിക്കാൻ വാതിൽ വേണ്ട, എല്ലായിടത്തും ഞാൻ വസിക്കുന്നു. വസ്തുക്കളോടുള്ള കാമമോ പാശമോ കാഷായ വസ്ത്രധാരിക്ക് പറ്റിയതല്ല. ഈശ്വരനെ തേടുന്ന പണി വിശപ്പുള്ള വയറോടെ ചെയ്യരുത്. നിങ്ങളുടെ അഹംഭാവവും ഗർവവും വെടിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന എനിക്ക് വഴങ്ങുക. സായി സച്ചരിതത്തിൽ നിന്ന് എടുത്ത ഈ വാക്യങ്ങൾ സത്യസായിബാബ ഭക്തന്മാരോട് സംസാരിക്കുന്ന വേളകളിലും കേൾക്കാം. ഇന്നും അതേ ഗുരു, അതേ ഉപദേശം, രണ്ടും ഒന്ന് തന്നെ. ഇത് സിർദി സച്ചരിതത്തിലെ പ്രധാന ചില ഉപദേശങ്ങൾ ഇവിടെ എടുത്ത് ചേർത്തിരിക്കുക. നമ്മൾ അത് വളരെയധികം മനസ്സിൽ കൊത്തി വെക്കേണ്ടതായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇതൊക്കെ നമ്മളെ ഭക്തി കൂട്ടാനും അചഞ്ചലമായ വിശ്വാസം നമുക്ക് ഉണ്ടാക്കാനും കഴിയുന്നതായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ദർശനം കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകപ്പെടുന്നു. നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യും, സംസാരത്തിൽ കൂടിയും കർമ്മങ്ങളിൽ കൂടിയും ഒക്കെ. കാരണം നമ്മളൊന്നും ആ ആധ്യാത്മികതയുടെ മേലെ തട്ടിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല ആദ്യകാലങ്ങളിലൊന്നും. അപ്പൊ നമുക്ക് തെറ്റുകൾ ധാരാളം വരാം. നമ്മൾ നാമം ജപിക്കുന്നുണ്ടായിരിക്കാം, ഷിർദിയിൽ അല്ലെങ്കിൽ കുട്ടപ്പുറത്തിൽ പോകുന്നുണ്ടായിരിക്കാം, അമ്പലങ്ങളിൽ പോകുന്നുണ്ടാവായിരിക്കാം. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് പൂജാമുറിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾക്ക് ആ ലക്ഷ്യത്തെ പറ്റിയൊന്നും വലിയ ബോധ്യം ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും നമ്മുടെയൊക്കെ അഭിലാഷങ്ങളും ഒക്കെ ഭൗതികതയിൽ ഒതുങ്ങി നിൽക്കും. നമ്മുടെ കാര്യങ്ങൾ, സ്വാർത്ഥപരമായ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അധികം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആ ജീവിതത്തിൽ പാപങ്ങൾ ഒക്കെ വരാനുള്ള വഴിയുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ മോശമാവും. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മോശം ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് മാറും. അങ്ങനെ പലപ്പോഴും നമുക്ക് പാപങ്ങൾ ഒക്കെ ഉണ്ടാവും, അറിഞ്ഞിട്ടോ അറിയാണ്ടിയോ ഒക്കെ. അങ്ങനെയുള്ള പാപങ്ങൾ, അതാണ് അവതാരങ്ങളുള്ളപ്പോൾ ഒരു നല്ല മഹാഭാഗ്യം. നമ്മുടെ കർമ്മബന്ധങ്ങളും നമ്മളെ പല പല ജന്മങ്ങളിൽ കൂടെ സഞ്ചയിച്ചു കൊണ്ടുവന്നിട്ടുള്ള പാപങ്ങളും മോശങ്ങളും ഒക്കെ സാധാരണ രീതിയിൽ അത് പിന്നെ ജന്മെടുത്ത് തീരണം. ചിലർക്ക് ഒരു ജന്മത്തിൽ തന്നെ ചിലപ്പോ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഒരു ജന്മം കൊണ്ടൊന്നും തീരില്ല, അതിന്റെ മുമ്പേ ശരീരം നശിക്കും. അപ്പൊ അങ്ങനെയുള്ള സഞ്ചിത കർമ്മങ്ങളായിട്ട് ഇവിടെ പ്രാരബ്ധമായിട്ട് അനുഭവിക്കാൻ വരുന്നവർക്ക് ഈ അവതാര പുരുഷന്മാരുടെയൊക്കെ ഓരോ ദർശനങ്ങളും അമൂല്യങ്ങളാണ്. ആ ഓരോ ദർശനത്തിൽ എത്ര പാപങ്ങളാണ്, എത്ര ദോഷങ്ങളാണ് തീരാന്ന് പറയാൻ വയ്യ. അതാണ് അവതാര സമയത്തുള്ള ദർശനത്തിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ സ്വരൂപത്തിനെ കണ്ട് ദർശന സമയത്ത് നമ്മുടെ ഉള്ളഴിഞ്ഞിട്ട് ആ ഭഗവാനിലെല്ലാം അർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ ഇല്ലാതാവാൻ ഏറ്റവും എളുപ്പമാണ്. അങ്ങനെയൊക്കെ നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ. എത്ര അനുഭവങ്ങളുള്ളവർ നമ്മൾ കണ്ടു. ഷിർദിയിലും പുട്ടപർത്തിയിലൊക്കെ വലിയ വലിയ രോഗാതുര ആയവര്, വലിയ വലിയ കഷ്ടങ്ങളിൽപ്പെട്ട് ഇനി ഒരിക്കലും പൊങ്ങാൻ പറ്റില്ല എന്ന് കണ്ടവര്, അവരൊക്കെ അവിടെ ചെന്ന് ഭഗവാനെ ദർശിച്ചിട്ട് ഭഗവാനോട് സംഭാഷണമൊക്കെ ചെയ്ത് ഭഗവാനെ നമസ്കരിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടായിട്ടുള്ളതായ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഭാരമെല്ലാം ഞാൻ ചുമക്കും, സ്വാമി പറഞ്ഞിരിക്കുക. പക്ഷെ അത് ആത്മാർത്ഥതയോടുകൂടി, മഹാഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ പാദത്തിൽ വെക്കണം. അങ്ങനത്തതായിട്ടുള്ള ആ ഭാരങ്ങളൊക്കെ ഭഗവാൻ ചുമക്കും. ഞാൻ ആനന്ദമയനാണ്, എന്നിൽ നിന്ന് എത്ര വേണമെങ്കിൽ ആനന്ദം എടുത്തോളൂ. നിങ്ങൾക്കൊക്കെ എന്താ ഇല്ലാത്തത്? നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്നേ ഇല്ല.
എത്രയൊക്കെ ഇവിടെയൊക്കെ വന്നു പോയാലും നിങ്ങൾ സന്തോഷമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ അതും ഇതും പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ശരിയല്ല. ഞാനിവിടെ എത്ര ആനന്ദം നിങ്ങൾക്ക് തരാനും ഈ കാത്തിരിക്കാണല്ലോ. നിങ്ങളുടെ വ്യസനങ്ങൾ എന്തിനാ നിങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ആ വ്യസനം എന്നെ ഏൽപ്പിക്കൂ. ഞാൻ ആ വ്യസനത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റി തരാം. ആ വ്യസനം എന്നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കൂ. എന്താ നിങ്ങൾക്ക് അതിന് പറ്റാത്തത്? ഇങ്ങനെ ഈ രണ്ട് ബാബമാരും ഈ രീതിയിലല്ലേ ഭക്തന്മാർക്കൊക്കെ സമാശ്വാസ വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നെ പൂജിക്കാൻ ആർഭാടൊന്നും വേണ്ട. അഷ്ടാംഗ ഷോഡശാംഗ പൂജകളൊന്നും ആവശ്യമില്ല. അത് ഏറ്റവും സമാധാനം തരുന്നൊരു കാര്യമാണ്. വിളക്കൊക്കെ കത്തിച്ച് അതൊക്കെ വയ്ച്ച് അതൊക്കെ ആവാം. പക്ഷെ അതൊന്നും ഒരു ദിവസം ചെയ്യാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ കുറ്റബോധമോ വേണ്ട. അവര് പറയണു എനിക്ക് 8 യോഗങ്ങൾ, 12 യോഗങ്ങൾ, 18 യോഗങ്ങളൊന്നും കൂട്ടിയിട്ടുള്ള പൂജയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എങ്കിൽ ചെയ്തോളൂ. വിശ്വാസത്തോടു കൂടി ചെയ്തോളൂ. കാട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്യണ്ട. ഉള്ളിൽ ആ പൂജയുടെ സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ. അല്ല ആരെയോ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂജ ചെയ്തിട്ട് അതിന് കുറെ ഒരുക്കങ്ങൾ ഒരുക്കിയിട്ടൊന്നും എന്നെ പ്രീതിപ്പെടുത്താൻ നോക്കണ്ട. ഞാൻ നിങ്ങളുടെ ഭാവം അറിയുന്ന ആളാണ്. ഭാവഗ്രാഹി ജനാർദ്ദന എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം പൂർണ്ണ ഭക്തി എവിടെയുണ്ടോ അവിടെ ഞാൻ ഉണ്ടാവും. എൻ്റെ അടുത്ത് നിങ്ങളുടെ കുറെ നേരത്തെ നിങ്ങളെ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കലോ, കുറെ നേരം നിങ്ങൾ എന്തെങ്കിലും കീർത്തനങ്ങൾ ചൊല്ലലോ, കുറെ നേരം ഭജന ചൊല്ലലോ, കുറെ നേരം ഒരു പുസ്തകം എടുത്ത് വായിക്കലോ, ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അത് വേണ്ടെന്നല്ല, അതാവാം. എങ്ങനെ? എന്നോട് നിരതിശയമായ ഭക്തി ഉണ്ടെങ്കിൽ അതില്ലാതെ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ സഫലമാവാൻ പോകുന്നില്ല. എന്റെ സർക്കാരിന്റെ ഖജാന നിറഞ്ഞൊഴുകുകയാണ്. എവിടെ പൂർണ്ണ ഭക്തി ഉണ്ടോ അവിടെ ഞാനുണ്ട്. ആ ഖജാന നിങ്ങൾ ഇഷ്ടം പോലെ എടുത്തോളൂ. എത്ര എടുത്താലും തീരില്ല. പൂർണ്ണമിതം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ പറയുന്ന മാതിരി ആ ധനം എത്ര കുഴിച്ചെടുത്ത് കൊണ്ടായാലും തീരില്ല. അത് വണ്ടിയായിട്ട് കൊണ്ടുപോയിക്കോളൂ. ആരും നിങ്ങളെ പിടിച്ചു വെക്കില്ല. നിങ്ങൾ എന്തിനാ ഇതിനല്ലല്ലോ വരുന്നത്. നിങ്ങൾ വേറെ പല കാര്യങ്ങൾക്കാണ് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ ഉള്ളില് സമാധാനത്തിന്റെ, ശാന്തിയുടെ ഒരു ഖജാന ഉണ്ട്. ആ ഖജാനയിൽ നിന്ന് ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോയിക്കോളൂ. ആരും നിങ്ങളെ തടയില്ല. ഇതാ ഞാൻ പറഞ്ഞു തരാട്ടോ, ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടി എന്ന് വരില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ മഹാഭാഗ്യത്തിന് ഭഗവാന്റെ സമകാലിത്വം നമുക്കൊക്കെ കിട്ടുക. ഷിർദി ഭഗവാന്റെ കാലത്തുള്ളവർക്ക് അങ്ങനെ, സത്യസായി ഭഗവാന്റെ കാലത്തുള്ളവർക്ക് ഇതൊരു സാധാരണ വിലയില്ലാത്തൊരു സംഗതിയായിട്ട് ലാഘവത്തോടെ കണക്കാക്കരുത്. അതാ അവിടെ പറഞ്ഞത്. നിങ്ങള് ഇങ്ങനൊരു അവസരം ഇനി കിട്ടില്ല. ഓരോരുത്തരും സ്വന്തം അഭിപ്രായം സാധുവാണെന്ന് സ്ഥാപിക്കുന്നതിൽ വാശി പിടിക്കണ്ട. നിങ്ങളെ ആർഗ്യുമെന്റ്സ് ഒന്നും എന്റെ കാര്യത്തിൽ വേണ്ടി നിങ്ങൾ നടത്തണ്ട. നിങ്ങൾക്കൊന്നും അതിനായിട്ടില്ല. മറ്റുള്ളവരുടെ വാദങ്ങൾ ഖണ്ഡിക്കാൻ നിങ്ങൾ പോവും വേണ്ട. മറ്റുള്ളവർ അതും ഇതൊക്കെ പറയുന്നുണ്ടാവും. അത് ശരിയല്ല, അങ്ങനെയാണ്, എന്നെ പറ്റി അവര് ചിലപ്പോ വിമർശിച്ചു പറയും. അത് നന്നാക്കാനൊന്നും നിങ്ങൾ വേണ്ട. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആരുടെ ശ്രദ്ധ എന്നിൽ പതിയുന്നുവോ അവന് ഒന്നിനാലും ഉപദ്രവം നേരിടില്ല. ഭഗവാന്റെ ദൃഷ്ടി നമ്മളിൽ പതിയണമെങ്കിൽ നമ്മൾ അതേമാതിരിത്തെ ആ വ്രത അനുഷ്ഠാന ഭാവത്തിൽ, നിരതിശയമായ ഭക്തിയിൽ, അനന്യമായ ഭക്തിയിൽ ഭഗവാനെ കാണണം. അപ്പോഴാണ് ഭഗവാന്റെ ദൃഷ്ടി നമ്മളിലേക്ക് പതിയുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഒരിക്കലും ഒരാളുടെ ഉപദ്രവവും നേരിടില്ല. നാസ്തികന്മാരുടെ അടുത്ത് ഈ കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തവര്, മഹാദുഷ്ടന്മാരായ ആൾക്കാര്, അവരൊന്നുമായിട്ട് സഹവാസം വേണ്ട. അത് മോശമാണ്. എല്ലാ സ്ഥലത്തും ശാന്തശീലവും വിനയവും കാണിക്കണം. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളാണ് പറഞ്ഞത്. സത്യസായി ബാബ അതിന്റെ കൂടെ ക്ഷമയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോ ഈ ഗുണങ്ങള് നിങ്ങൾ സദാസമയത്തും കാണിക്കണം. എല്ലാ പ്രാണികളിലും, അത് ഉറുമ്പായാലും ശരി, ചെറിയ പൂവായാലും ശരി, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എല്ലാം
അതൊക്കെ ഈ ലോകം മുഴുവൻ എൻ്റെ ദേഹവും എൻ്റെ രൂപവുമാണ്. എല്ലാം ഞാനാ. അങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് ഇവിടെ എല്ലാ ജീവജാലങ്ങളെയും ഒക്കെ. അങ്ങനെ എന്തിലും കാണുക എന്നെ, എല്ലാ സംഗതികളിലും എന്നെ കാണുക. എന്ത് വേണമെങ്കിലും ആർക്കും എനിക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ വിചാരിച്ചാൽ എന്താണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ എനിക്ക് കൊടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ കൊടുക്കുന്നത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് അർഹത ഉണ്ടാവണം. അങ്ങനെ അർഹതയില്ലാത്ത ആൾക്കാർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവർക്കത് കിട്ടില്ല. ആ അർഹത നിങ്ങൾ നേടണം. ഞാൻ അർഹത നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുള്ളൂ. അതാണ് ഇപ്പൊ എല്ലാവർക്കും ഓടിച്ചെല്ലുന്നവർക്കൊക്കെ അതേമാതിരി അനുഭവങ്ങൾ ഉണ്ടാവില്ല. ചില ആത്മാർത്ഥമായിട്ട് ഭഗവാനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് പല പല സംഗതികളും ഭഗവാനെ കൊടുക്കാറുള്ളത്. എന്നെ നിങ്ങൾ ഹൃദയപൂർവ്വം വീക്ഷിക്കണം. അപ്പൊ ഞാനും പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ വീക്ഷിക്കും. പിന്നെ ആത്മജ്ഞാനം ഉണ്ടാക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആത്മജ്ഞാനം ഉണ്ടാക്കാൻ ധ്യാനം അത്യാവശ്യമാണ്. ആ സാധന നിങ്ങൾ തുടർച്ചയായി ശീലിക്കണം. അപ്പോഴാണ് ചിത്തവൃത്തികളൊക്കെ അടങ്ങിയിട്ട് ഉള്ളു ശാന്തമാവുള്ളൂ. അപ്പോൾ ധ്യാനത്തിന്റെ പ്രാധാന്യം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. പിന്നെ സേവയുടെ കാര്യം പറയണം. ദാഹിക്കുന്നവർക്ക് കുടിനീര് കൊടുക്കുക, വിശപ്പുള്ളവർക്ക് ആഹാരം കൊടുക്കുക, ആർക്കെങ്കിലും ഒരു എടുത്ത് എന്ന് വിശ്രമിക്കാൻ സ്ഥലമില്ലെങ്കിൽ അവർക്ക് വിശ്രമിക്കാൻ നിങ്ങളുടെ കോലായ നൽകുക. ഇതൊക്കെ നിങ്ങൾക്ക് നന്നാവാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്തോളൂ. ഇഷ്ടമില്ലെങ്കിലോ നിങ്ങൾ അവരുടെ നേർക്കൊന്നും പോയിട്ട് ആക്രോശിക്കണ്ട. പട്ടികളുടെ മാതിരി കുരയ്ക്കാൻ നിൽക്കണ്ട. ഓ തരില്ല എന്നൊന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടി ഓടിക്കുകയൊന്നും വേണ്ട. എന്നെ വേറൊന്നും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എനിക്ക് നിങ്ങളെ വീട്ടിലെ വാതിലൊന്നും അടച്ചിട്ടാലും എനിക്ക് കടക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാൻ ഏത് സ്ഥലത്തും എനിക്ക് കയറാൻ പറ്റും. എനിക്ക് പ്രവേശിക്കാൻ വാതിലൊന്നും വേണ്ട. ഞാൻ എല്ലാ സ്ഥലത്തും എവിടെയും എപ്പോഴും എങ്ങനെയും നിറഞ്ഞു നിൽക്കുന്ന ശക്തിവിശേഷമാണ്. ഞാൻ ഓംനിപൊട്ടന്റ് ആണ്, ഓംനിഷ്യന്റ് ആണ്, ഓംനി പ്രസന്റ് ആണ്. ഞാൻ ഇല്ലാത്തതായ ഒരു സ്ഥലവും ഇല്ല. എന്നിട്ട് വസ്തുക്കളോട് കാമമോ പാശമോ കാഷായ വസ്ത്രധാരിക്ക് പറ്റിയതല്ല. സന്യാസം സ്വീകരിച്ച് കാഷായ വസ്ത്രം ഇട്ട ആൾക്കാർക്ക് കാമങ്ങൾ പാടില്ല. പിന്നെയോ അത് കിട്ടണം ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങളും പാടില്ല. അതൊരു സന്യാസിക്ക് ചേർന്നല്ല. ഈശ്വരനെ തേടുന്ന പണി വിശപ്പുള്ള വയറോടെ ചെയ്യരുത്. ഏറ്റവും ചില നമ്മളെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് പലർക്കും. നിരാഹാരം ഒക്കെ എടുക്കുക, ഉപവാസം എടുക്കുക, ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഉപവാസം ഇട്ട ഭഗവാന് വളരെ ഇഷ്ടമായിരിക്കുന്നു. തീരെ ഇഷ്ടമില്ല 2 കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ശ്രുതി ഭഗവാനും സത്യസായി ഭഗവാനും പറഞ്ഞിട്ടുണ്ട്, ഒഴിഞ്ഞ വയറായിട്ട് വിശന്നിട്ട് ഒരു സാധനയും ചെയ്യരുത്. വിശപ്പൊക്കെ മാറണം. ഞങ്ങൾക്കൊക്കെ ഇപ്രാവശ്യം പോയവർക്കും ഇപ്പോ ഇത് കഴിഞ്ഞാൽ അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടല്ലോ, സെക്യൂരിറ്റി പ്രവർത്തനം. അന്ന് ഞങ്ങൾക്ക് പ്രസാദം കൊടുക്കുന്ന സമയത്ത് ആദ്യകാലങ്ങളിൽ ഭഗവാൻ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രസാദം തരും, പാദനമസ്കാരം തരും, ഭഗവാന്റെ കൈകൊണ്ട് തരും. പിന്നെ അതിന് പറ്റാത്തതായി, അത്രയും തിരക്കായിപ്പോയി. അപ്പൊ എന്ത് ചെയ്യിച്ചാൽ ഭഗവാൻ വന്ന് വേഗത്തില് ധൃതിയിൽ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അടുത്ത് കൂടെ പോയിട്ട് പാദനമസ്കാരം തരും. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ സെക്യൂരിറ്റി പ്രവർത്തനം കഴിഞ്ഞ് രാവിലെ എല്ലാവരും ആ പാദനമസ്കാരത്തിനും ഭഗവാന്റെ ദർശനത്തിനും വിഭൂതിയൊക്കെ കിട്ടാനുള്ള അതിയായ സന്തോഷത്തിൽ വളരെ നേരത്തെ എല്ലാവരും ഉണർന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒരു കാപ്പിയൊക്കെ കുടിച്ച് നേരത്തെ തന്നെ പോയിട്ട് അവിടെ ലൈനിലിരിക്കും. അങ്ങക്ക് പ്രത്യേകമായിട്ട് ഭഗവാൻ വരുന്നതിന്റെ കുറെ മുമ്പേ ആയിട്ട് 1-1.5 മണിക്കൂർ മുമ്പേ ആയിട്ട് സേവാദൽസിനെയൊക്കെ അകത്തേക്ക് കിടക്കും. സ്കാർഫൊക്കെ കെട്ടി ഞങ്ങൾ അകത്ത് കയറി നല്ല ചിട്ടയോടുകൂടി ഡിസിപ്ലിൻ ആയിട്ടിരിക്കും. ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇതാണ്, ഈ ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. ഭഗവാൻ വന്ന് നമ്മളെ അടുത്തെത്തുമ്പോൾ എത്ര പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞതിന് കണക്കൊന്നുമില്ല. ഭഗവാൻ വരും, നിങ്ങൾ ഭക്ഷണം കഴിച്ചു ചോദിക്കും. അപ്പൊ നമ്മൾ ഉണ്ടാതിരിക്കും. പെട്രോൾ അടിച്ചു വരാൻ പറയും. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വരാൻ പറയും ഓരോരുത്തരോടും. പെട്രോൾ അടിച്ചു വരിക വെച്ചാൽ ഊർജം
ദേഹത്തിന് വേണ്ട ഊർജം കൊടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോയി ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോഴേക്ക് ഭഗവാൻ ആദ്യത്തെ റൗണ്ടൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഞങ്ങളെ പിന്നെ രണ്ടാമത് വരിയായിട്ട് മുഖത്തോട് മുഖമൊക്കെ ആയിട്ട് ഇരുത്തും. അപ്പോൾ കുറെ കഴിഞ്ഞാൽ സ്വാമി സന്തോഷത്തോടു കൂടി വരും. അപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞു വന്ന് നമ്മുടെ ഇടയിൽ കൂടെ വന്ന് നമുക്ക് പാദനമസ്കാരമൊക്കെ തന്നു. ചിലരോടൊക്കെ സംസാരിക്കും, ചിലർക്കൊക്കെ അനുഗ്രഹിക്കും, ചിലർ തലയ്ക്കൊക്കെ തട്ടിയിട്ട് അനുഗ്രഹിച്ചിട്ട് പോകും. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മഹാഭാഗ്യം അതൊക്കെ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുക. അതൊക്കെ ധ്യാനാവസ്ഥയിൽ നമ്മൾ ഓർക്കുക ഓരോ സമയത്ത്. അതല്ലേ ഇപ്പൊ ഭഗവാൻ സ്ഥൂല ശരീരത്തിൽ ഇല്ലല്ലോ, അത് നമ്മള് ഉള്ളിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കാനൊക്കെ വളരെ നല്ല ഒരു സംഗതിയായിരുന്നു അതൊക്കെ. ഇപ്പോഴും അതൊക്കെ വെച്ച് നമ്മളൊക്കെ ധ്യാനിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഇതിലാണ് പറയണത്, ഈശ്വരനെ തേടുന്ന പണി വിശപ്പുള്ള വയറോടെ ചെയ്യരുത്. ശരിയല്ലാന്ന് തന്നെ പറയുന്നത്, ഒരിക്കലും പൊറുക്കാത്തതായിട്ടൊരു തെറ്റാണത്. നിങ്ങളുടെ അഹംഭാവം ഗർവവും ഒക്കെ വെടിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന എനിക്ക് വഴങ്ങുക. നിങ്ങൾ വേറെ ആരോടും അടുത്തേക്ക് പോകണ്ട. നിങ്ങൾ ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെണ്ടി നടക്കുന്നത് എന്തിന്? ഇവിടെ വന്നാൽ ഒരു അമ്പലത്തിൽ പോയി അത് പോരാ തോന്നി വേറെ അമ്പലത്തിലേക്ക് ഓടി, അവിടെ നിന്ന് മറ്റൊരു അമ്പലത്തിലേക്ക് ഓടി, അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തൊരു സ്വാമി ഉണ്ട് പറഞ്ഞ് അവിടെ പോയി, അതിടുന്ന് വേറെ നമുക്ക് പോവാൻ കാണാം ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഒതുങ്ങി നിൽക്കാൻ ഒരു സ്ഥലം വേണം. നമ്മളെല്ലാം അർപ്പിക്കാൻ നമുക്കൊരു ഒരു ഒരു ഗുരു അല്ലെങ്കിൽ ഒരു അവതാര സ്വരൂപം വേണം. അതാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങൾ അവിടേക്കും ഇവിടേക്കൊന്നും പോണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അഹങ്കാരമൊക്കെ ഇങ്ങോട്ട് ഇല്ലാതെയാക്കുക. എനിക്ക് അങ്ങനെ ചെയ്യാം, എനിക്കിങ്ങനെ ചെയ്യാം, ഞാൻ കണ്ടുപിടിച്ചോളാം, ഇതൊന്നും വേണ്ട. അഹങ്കാരങ്ങളൊക്കെ ഇല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ഞാനുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ ഉള്ളിലല്ലേ ഉള്ളത്, ഹൃദയത്തിൽ. ആരാ ഞാൻ? ആ ആത്മാവ്. ആത്മാവിനെ സഗുണസ്വരൂപമായിട്ടുള്ള ഞാനായിട്ട് കാണുക. എന്നോട് നിങ്ങൾക്ക് ഇഷ്ടവും പ്രേമവും ഭക്തിയൊക്കെ വന്നെങ്കിൽ നിങ്ങളുടെ ആത്മാവാണ് ഞാനെന്ന് വിചാരിച്ച് ഹൃദയത്തിൽ എപ്പോഴും എന്നെ കാണുക. അത് ശീലമാക്കിയ ഒരു അവസരത്തില് ആ സഗുണസ്വരൂപം മാറിയിട്ട് അവിടെ നിങ്ങളെ തന്നെ ആ നിർഗുണമായിട്ടുള്ള ആത്മാവിനെ നിങ്ങൾക്ക് സാംശീകരിക്കാൻ സാധിക്കും. അതിന് അഹംഭാവം തീരെ ഇല്ലാണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ളതായ എന്നിൽ അങ്ങോട്ട് വഴങ്ങുക, അതായിട്ട് ഒതുങ്ങി നിൽക്കുക. അതിന് ചില സ്വഭാവ ഗുണങ്ങളൊക്കെ വേണം, അല്ലാണ്ട് ഭഗവാനായിട്ട് ഒതുങ്ങി നിൽക്കാൻ സാധിക്കില്ല. സത്യം പറയണം, ധർമ്മത്തിൽ ചരിക്കണം, സത്യം വധ ധർമ്മം ചര എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം. ആരോടും അസൂയ ഉണ്ടാവാൻ പാടില്ല, ആരെയും കുറ്റപ്പെടുത്തിയിട്ട് വേദനിപ്പിക്കാൻ പാടില്ല, എല്ലാവരോടും വിനയം വേണം, എല്ലാവരെ പറ്റിയും നല്ലത് പറയണം, ആരോടും വിരോധം പാടില്ല. അങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥയിൽ എത്തും ഭഗവാനെ പ്രാർത്ഥിച്ചു വരുന്നൊരു ഭക്തൻ. കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ തരം ദുശ്ശീലങ്ങളൊക്കെ ഇല്ലാതെ ആ ഭഗവാൻ അതൊന്നും ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഇഷ്ടമുള്ളതായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് എപ്പോഴും ഭഗവാനുമായിട്ട് വഴങ്ങി നിൽക്കും. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഭഗവാൻ ആ ഭാഗ്യം വരുന്ന സമയത്ത് ആത്മഭാവത്തിലേക്ക് ആ ഭക്തനെ ഉയർത്തും. ഇത് സായി സച്ചരിതത്തില് കസ്തൂരി സ്വാമി പ്രധാനപ്പെട്ടിട്ടുള്ള അതിലെ ആ ഉപദേശങ്ങളെ എടുത്ത് ഇവിടെ മുമ്പിൽ വെച്ച് വലിയ കാര്യമായി. അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്നും ഷിർദി സായി ബാബ ഒരു ഭക്തനോട് ജാതകത്തിലുള്ള അതിരുകടന്ന വിശ്വാസത്തെയും ജ്യോത്സ്യന്മാരുടെയും കൈരേഖ നോട്ടക്കാരുടെയും പ്രവചനങ്ങളിലുള്ള വിശ്വാസത്തെയും ത്യജിക്കാൻ പറയുന്നു. അത് മനുഷ്യനെ ദുർബലനാക്കുന്നു എന്നതാണ് കാരണം. സത്യസായി ബാബയും ഇതുപോലെ തന്നെ ഉപദേശിക്കുന്നു. പഴയ ഹൈദരാബാദ് സ്റ്റേറ്റിലെ ഒരു വൈശ്യൻ തന്നോട് ബാബ കൈപ്പടം നീട്ടിക്കാട്ടാൻ പറഞ്ഞതായും അതിൽ ബാബ പുതുതായി ഒരു ഭാഗ്യരേഖ വരഞ്ഞതായും ദർശനം കാണുകയും പിറ്റേന്ന് കൈ നോക്കിയപ്പോൾ ആ രേഖ പതിഞ്ഞു കാണുകയും ചെയ്തു അത്രേ. ഇത് അയാൾക്ക് ആനന്ദവും നിരാശയും ഒരുപോലെ ഉളവാക്കി. കയ്യിൽ പുതിയൊരു രേഖ ഉണ്ടാക്കാൻ കഴിയുന്ന ബാബയുടെ അനുഗ്രഹമുള്ളവർക്ക് കൈരേഖാശാസ്ത്രം എന്തിന്? നക്ഷത്രങ്ങളുടെ ഗതി തന്നെ മാറ്റാൻ കഴിയുന്ന ബാബ പോലെ ജ്യോതിഷശാസ്ത്രം എന്തിന്? അതിനാൽ ഈ ബാബയും ആ ബാബയും ഈശ്വരവിശ്വാസം മതി, ജ്യോതിഷ വിശ്വാസം വേണ്ടെന്ന് ഉപദേശിക്കുന്നു.
എത്ര എത്ര ഒക്കെ പറഞ്ഞാലും ശരി, എത്ര എത്ര ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ദുരിതപൂർണമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമ്മളൊക്കെയും ജ്യോതിഷക്കാരൻ്റെയും കൈരേഖാശാസ്ത്രജ്ഞന്റെയും അടുത്തേക്കൊക്കെ പോവാൻ എമ്പല് കാട്ടും. ആദ്യ കാലങ്ങളിലൊക്കെ കുറെ കാട്ടും. കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മളെ അത് തന്നെ പോയി കാണണം എന്നില്ല. ഒരു കാലത്തൊക്കെ ഇവിടെ നാഡീഗ്രന്ഥത്തിന്റെ സംഗതിയൊക്കെ വന്നപ്പോൾ നാഡീഗ്രന്ഥങ്ങളെ കൊണ്ട് ഇവിടെ ഒരു സുനാമി ഉണ്ടായിരുന്നു ഒരു കാലം, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ. അന്ന് ഏറ്റവും അധികം എനിക്ക് തോന്നുന്നത് ആ നാഡീഗ്രന്ഥത്തിന്റെ അടുത്തേക്ക് പോയി സായി ഡിവോട്ടീസാ കൂടുതലായിട്ട് ഓടിപ്പോയത്. ഈ വചനത്തിന് എന്താ അർത്ഥമുള്ളത് ആലോചിച്ചോ. അതൊക്കെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഭഗവാന് ഇപ്പൊ ഒരു കൈരേഖ ഉണ്ടാക്കി എന്നാ പറയണത് ഭഗവാൻ ഒരു ഭക്തന്റെ കയ്യിൽ. അതേപോലെ നമ്മുടെ ജാതകം പരം ജ്യോതിഷ എന്നല്ലേ പറയണത് ഭഗവാനെ പറ്റി. നമ്മുടെ ഇതൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഭഗവാന്, എന്തിനേയും സങ്കല്പം കൊണ്ട് വരുത്താൻ കഴിക്കുന്ന ഭഗവാന്, തന്റെ ആഗ്രഹത്തിനനുസരിച്ച് എന്തിനേയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഭഗവാന്. ഇതൊക്കെ നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട് അടിയറ വയ്ക്കുക, പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്യുക. അത് മാറിക്കിട്ടേണ്ടതാണ്. എനിക്കൊക്കെ ഒരുപാട് അനുഭവമുണ്ട്. മാറിക്കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അപ്പൊ മാറിക്കിട്ടും. അല്ലെങ്കിൽ കുറെയൊക്കെ നമ്മളെ ഭഗവാൻ കുറച്ചൊക്കെ വേദനിപ്പിച്ചിട്ടും സങ്കടപ്പെടുത്തിയിട്ടൊക്കെ ഭഗവാൻ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകും. അത് കാരണം ഭഗവാൻ നമ്മളെ എത്തിക്കേണ്ടത് ആത്മാനന്ദത്തിലേക്കാണ്. അതിന് എതിരായി വരുന്നതൊക്കെ ഭഗവാൻ ഇങ്ങനെ കുറേശ്ശെ നമ്മൾക്ക് ദുഃഖവും കഷ്ടമൊക്കെ തന്നിട്ട് അനുഭവിപ്പിച്ചുകൊണ്ട് ആ പ്രാരബ്ധത്തെയൊക്കെ കുറച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ഭഗവാനോട് നമുക്ക് ദേഷ്യം തോന്നാനൊന്നും പാടില്ല. അവർക്കും ഇവർക്കൊക്കെ അതാ സുഖമായിട്ടിരിക്കുന്നു. ഇത് എപ്പോഴും പുട്ടപർത്തി പോയിട്ടും സേവ ചെയ്തിട്ടും സദാസമയം പൂജാമുറിയിൽ ഇരിക്കുന്ന എനിക്കെന്താ അങ്ങനെ? എനിക്ക് ഈ കാര്യങ്ങൾ എന്നും ദുഃഖവും കഷ്ടം മാത്രം, ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത്. ഇതിനൊന്നും ഒരു അർത്ഥമില്ല. ഭഗവാനൊക്കെ എന്താ ഇങ്ങനെ? ഭഗവാൻ എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ തോന്നുന്ന അവസരങ്ങൾ വരാം. അതെല്ലാം ഒരു ടെസ്റ്റാണ്. ഈ ഭഗവാൻ നോക്കുന്നത് ഈ ലോകത്തിലെ ഈ ദേഹത്തിലിരിക്കുന്ന അവസ്ഥയല്ല. ഭഗവാൻ ആ ജീവനെ എപ്പോഴാണ് ഈ പ്രാരബ്ധ കർമ്മങ്ങളെയൊക്കെ കളഞ്ഞ് അതിനൊക്കെ അനുഭവിപ്പിച്ച് സ്വാമി കൂടെ നിന്ന് അനുഭവിച്ചിട്ട് ദ്രുതഗതിയിൽ ചിലപ്പോ 5, 10, 1000 ജന്മങ്ങൾ കൂടെ നേടേണ്ടത് ചിലപ്പോ ഭഗവാന്റെ അവതാര സമയത്ത് നമ്മളിൽ കൂടെ ഭഗവാൻ ഇല്ലാതാക്കും. നമുക്കൊക്കെ എത്ര ഭാഗ്യം ആലോചിച്ചു. ഭഗവാന്റെ ഓരോ ദർശനം, ഭഗവാന്റെ ഓരോ സംഭാഷണം, ഭഗവാന്റെ ഓരോ സ്പർശനം, എത്ര പ്രാരബ്ധ കർമ്മങ്ങളായിരിക്കും ഭസ്മായി പോയിട്ടുണ്ടാവുക. ആലോചിക്കാൻ പറ്റുമോ? കണക്ക് നമ്മുടെ അടുത്തുണ്ടോ? അതിനുള്ളൊരു അവസരം ഈ അവതാരത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമല്ലേ നടക്കുള്ളൂ. രാമഗീതയിൽ പറയുന്നുണ്ട് അവതാര സമയം വളരെ മഹാഭാഗ്യമുള്ള ദിവസമാണ്, അതിനുള്ള സമയമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴാണ് അത്രേ ഒരുപാട് പ്രാരബ്ധ കർമ്മങ്ങൾ അങ്ങനെ തകർന്ന് മലയൊക്കെ തകർന്ന് ഇടിഞ്ഞ മാതിരി ഇടിഞ്ഞു പോവുക. ഇത് കൂമ്പാരമായിട്ട് നിൽക്കുകയല്ലേ. എത്ര ജന്മങ്ങൾ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ വിചാരം. കണക്കില്ലാത്തത്ര ഉണ്ടാവും, നമുക്കറിയില്ല. അതിൽ നിന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഓരോ ജന്മത്തിലും തീരാത്തത് എത്രയോ ബാക്കിയുള്ളത് അടുത്ത ജന്മത്തേക്ക് സഞ്ചിതമായിട്ട് വരും. അതിൽ നിന്ന് വളരെ കുറച്ചൊക്കെ പിറ്റത്തെ ജന്മത്തിലും പോകും. ഇതിങ്ങനെ ജനിച്ചും മരിച്ചും ആചാര്യസ്വാമികൾ പറഞ്ഞ മാതിരി പുനരഭിമരണം പുനരഭിജനനം എന്ന് പറഞ്ഞില്ലേ, അതേമാതിരിയായിട്ട് അത്രയായി ഇങ്ങനെ നമ്മൾ ഇതിൽ പെട്ട് ഈ വിഷ്യ സർക്കിളിൽ പെട്ട് കിടക്കുന്നത്. ഇതിൽ നിന്നൊരു മോചനം വേണമെങ്കിൽ കുറെയൊക്കെ ഇതിനെപ്പറ്റി മനസ്സിലാവണം. അത് എൻ്റെ ഗുണത്തിനാണ് ഭഗവാൻ ചെയ്യുന്നത്. ബുദ്ധിമുട്ടുണ്ടായിരിക്കും, നല്ല വിഷമമുണ്ടാവും. വല്ലാത്ത വിഷമത്തില് ഭഗവാനെ നോക്കി നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ഒരു ഭാഗ്യമാണ്.
അങ്ങനെ ഭഗവാനെ നോക്കി ഇതൊക്കെ അനുഭവിക്കുമ്പോ എന്റെ ഭഗവാനെ അങ്ങല്ലാണ്ട് ആരും ഇല്ല എന്ന് പറഞ്ഞ് കണ്ണീര് തൂകാൻ അത് കഴിയുന്ന ഭക്തൻ നല്ല ഭക്തനാ, സംശയമൊന്നും വേണ്ട. അങ്ങനെയുള്ള ആൾക്ക് ഭഗവാന്റെ ഒരു ദൃഷ്ടി, ഒരു കടാക്ഷം, ഒരു തടവല്, അതിൽ നിന്ന് തന്നെ അയാളുടെ എത്ര ജന്മങ്ങളിലെ പ്രാരബ്ധങ്ങൾ കടന്നു പോവുക, ഇല്ലാണ്ടാവുക. അങ്ങനെ വന്നിട്ടുള്ള അതിലൊക്കെ സഹിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ആ സാധകൻ അല്ലെങ്കിൽ ആ ഭക്തൻ ഒരു അവസരത്തില് ആ ഭക്തന്റെ ഉള്ളിലുള്ളതായ നിർഗുണസ്വരൂപമായിട്ടുള്ള ആ ആത്മാവുമായിട്ട് കൂടിച്ചേരുന്ന യോഗം എന്ന അവസ്ഥയിൽ വരുമ്പോ പിന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെ ദുഃഖമില്ല, കഷ്ടമില്ല, ദുരിതമില്ല, ഒന്നുമില്ല. ഞാൻ ആത്മാവാണ്. ഞാൻ ഏകവും അദ്വിതീയവുമായിട്ടുള്ള ആ മഹാപ്രഭാവമാണ്. ഞാൻ എല്ലാവരിലും ആ ആത്മാവിനെ ദർശിക്കുന്നു. എനിക്കും മറ്റുള്ളവർക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എല്ലാം ഏകം അദ്വൈതം എന്ന സച്ചിദാനന്ദ അവസ്ഥയിലേക്ക് ഈ ജന്മത്തിൽ എത്താൻ സാധിക്കും നമുക്കൊക്കെ. ശരിക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ എത്താം. അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഇനിയും ആയിരക്കണക്കിന് ജന്മങ്ങൾ എടുക്കേണ്ട നമ്മളൊക്കെ, ഈ ജീവന്മാരൊക്കെ ഈ ഒരു അവസരത്തില് മഹാഭാഗ്യത്തില് ഈ അവതാര സ്വരൂപത്തിന്റെ കൂടെ നിന്നത് കൊണ്ട് നമ്മുടെയൊക്കെ എത്രയോ ജന്മങ്ങൾ കുറഞ്ഞിട്ടുണ്ടാവും. ചിലർക്കൊക്കെ ഈ ജന്മത്തിൽ തന്നെ സാധ്യമായി. അതാണ് ഇവിടെ ധ്യാനത്തിന്റെ കാര്യം പറഞ്ഞു, അഹംഭാവം പാടില്ല പറഞ്ഞു, ഒക്കെ എന്നിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നോളൂ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഈ ജാതകത്തിലും അതിലും ഇതിലൊന്നും പോയിട്ട് ചാടണ്ട. ഞാനിവിടെ ഉള്ളപ്പോ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോണത്? എന്നെ നിരതിശയമായ വിശ്വാസത്തില് എന്നിലെല്ലാം അർപ്പിച്ചോളൂ എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ. പക്ഷെ നമ്മളൊക്കെ ചിലപ്പോ തെറ്റിപ്പോവും. ആ കടുപ്പം ഏറിയ ദുരിതങ്ങൾ വരുമ്പോ ആരെങ്കിലും അടുത്ത് എന്തെങ്കിലും പറയുമെന്നൊക്കെ ചോദിച്ചു പോവും. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തിനാ, അത് ഭഗവാൻ ഉണ്ടല്ലോ തോന്നും. മനുഷ്യനല്ലേ. അങ്ങനെ പോയിട്ട് അങ്ങനെ കുറച്ച് വന്ന് ഭഗവാൻ മാത്രം എന്ന അവസ്ഥയിലേക്കൊക്കെ എത്തണം. അത് എപ്പോഴാ വരികയെന്നറിയില്ല. ആ വരുമ്പോ അങ്ങനെ തന്നെ പോയാലേ എത്തുള്ളൂ. അങ്ങനെ വരുമ്പോ അത് രക്ഷപ്പെട്ടു. സായി സച്ചരിതത്തില് പ്രസ്താവിച്ച താഴെ കാണുന്ന സംഗതികളും സത്യസായി ബാബയെ സംബന്ധിച്ച വാസ്തവമാണ്. വളരെ ജനങ്ങൾ വിലപിടിച്ചതും ആവശ്യമില്ലാത്തതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ കൊണ്ടുവന്ന് ബാബയെ ബുദ്ധിമുട്ടിച്ചു. ഷിർദി സംസ്ഥാനത്തിലേക്ക് വളരെയധികം ആർഭാട വസ്തുക്കളെ ധനികരായ ഭക്തർ പരപ്രേരണയാൽ കൊണ്ടുവരുന്നു. ബാബയുടെ ദർശനം സിദ്ധിക്കുന്നതിനോ പുണ്യ ദിവസം ആഘോഷ ചെലവിനോ തീർത്ഥയാത്രകൾക്കോ ആയി കടം മാർജിക്കുന്ന സ്വഭാവം ബാബയ്ക്ക് ഇഷ്ടമേയില്ല. ഭക്തരുടെ കഷ്ടപ്പാടുകൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് തക്ക അവസരത്തിൽ അവയെ തടഞ്ഞിരുന്നു. ഭക്തരുടെ പല വായ്പകളെ ബാബ നല്ലവണ്ണം മാനിക്കുകയും അവർക്ക് ഇഷ്ടം പോലെ പൂജിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു. ബാബ എപ്പോഴും കുറ്റം പുറത്ത് മാപ്പരിടാൻ തയ്യാറുള്ള ആളായിരുന്നു. ഒരിക്കലും ചുണ്ടി പിടിച്ചിരുന്നില്ല. ഋജുബുദ്ധിയും ആർദ്രഹൃദയമുള്ളവനും ക്ഷമാശീലനും അനുപമമായ സംതൃപ്തിയുള്ളവനുമായിരുന്നു. ഭക്തരുടെ ഏവരുടെയും വിചാരങ്ങളെ ബാബ മനസ്സിലാക്കിയിരുന്നു. ചീത്ത വിചാരങ്ങൾ അടക്കുകയും സദ്വിചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭഗവാനൊക്കെ ഉള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഒരിക്കലും ഭഗവാനൊക്കെ നമുക്ക് ദേഷ്യം പിടിച്ച് കാണാൻ പറ്റില്ല, ക്ഷമയില്ലാതെ കാണാൻ പറ്റില്ല. ചില സമയങ്ങളിൽ ശാസിക്കുന്ന സമയങ്ങളുണ്ട്. അത് വളരെ വിരളം. അങ്ങനത്തെ ചിലരെ അങ്ങനെ ശാസിക്കും. സാധാരണയായിരിക്കും നമ്മളെ മാതിരിയുള്ള ഭക്തന്മാരെയൊക്കെ ഭഗവാൻ അത്രയും ദയോടുകൂടി കരുണയോട് കൂടിയിട്ടാണ് നമ്മോട് സംസാരിക്കുകയും നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ ചുണ്ടി പിടിക്കുകയും ഒന്നുമില്ല. പലപ്പോൾ നമ്മളൊക്കെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. ഭഗവാൻ അതൊന്നും ഏറ്റു പറയേ അറിഞ്ഞു നടിക്കുകയോ ഒന്നുമില്ല. പക്ഷെ ഭഗവാൻ എല്ലാം അറിയാം. എല്ലാ സംഗതികളും ഭഗവാൻ നമ്മളെ പറ്റി അറിയും. ഭഗവാൻ അത്ര ആർദ്രഹൃദയമുള്ള ആളാണ്, ക്ഷമാശീലനാണ്, അങ്ങേയറ്റം സംതൃപ്തിയുള്ള ആളല്ലേ. അപ്പൊ എല്ലാവരുടെ വിചാരങ്ങളെയും നോക്കിയിട്ട് നമ്മുടെ ചീത്ത കാര്യങ്ങളെയൊക്കെ ഭഗവാൻ ഇല്ലാതാക്കും. നമ്മളൊക്കെ തന്നെ നമ്മളെ ഭൂതകാലത്തെ ജീവിതത്തെ പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മളൊക്കെ ഈ ഭഗവാനെ കാണുന്നതിന്റെ മുമ്പേ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജീവിതം അന്ന് അതേമാതിരി തുറന്നു പോവുകയാണെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ എവിടെ എത്തിണ്ടാവുക? നമ്മളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ
ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ ഓരോ ദർശനം കൊണ്ടും ഭഗവാന്റെ അടുത്ത് പോയിട്ടുള്ള ആ അനുഭവങ്ങളെ കൊണ്ടും ഒക്കെ നമുക്ക് എങ്ങനെയാ നമ്മൾ പ്രയത്നിച്ചിട്ടൊന്നുമല്ല കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്വയമേ വന്നു ചേർന്നതാ. ആരാ കാരണം? ഭഗവാന്റെ ഓരോ സങ്കല്പം. നമ്മളെ നോക്കുമ്പോൾ ഭഗവാനിൽ ഒരു സങ്കല്പം വരികയാണ്, പാവം കുറെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതിൽ നിന്നുണ്ടാവുന്ന ആ വിദ്യാത്മികമായിട്ടുള്ള തരംഗങ്ങൾ നമ്മളെ ഉയർന്ന നിലകളിലേക്ക് എത്രയോ ഉയർത്തിയിട്ടുണ്ട് ഓരോരുത്തരും അവതാര സമയത്തുണ്ടായ കാര്യങ്ങളെ കൊണ്ട്. അപ്പോ അങ്ങനെ എല്ലാവരെയും ഭഗവാൻ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പൂജിക്കാനും ഇന്ന മാതിരി വേണമെന്നൊന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് എങ്ങനെയാ നമുക്ക് ഇഷ്ടച്ച അതുമാതിരി ഭഗവാനെ പൂജിക്കാം. ഭഗവാൻ ചില സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇഷ്ടച്ച അതുമാതിരി ഒക്കെ ചെയ്യാം. നമ്മളെ കഷ്ടപ്പാടുകളെയൊക്കെ നമുക്ക് അറിയുന്നതിന്റെ മുമ്പേ ഭഗവാൻ അറിഞ്ഞിട്ട് അതിനെയൊക്കെ തട്ടി മാറ്റി എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടില്ലേ? എത്രയോ അപകടകരമായ സംഗതികളിൽ നിന്നൊക്കെ ഐസക് ടിഗ്രറ്റിനോടൊക്കെ ഭഗവാൻ പറഞ്ഞില്ലേ, നീ ഒരു വലിയ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട് പുട്ടപർത്തിയിലേക്ക് ഓടി വന്ന ടിഗ്രറ്റിനോട് എല്ലാവരെയും ചൂണ്ടിയിട്ട് എല്ലാവർക്കും ടിഗ്രറ്റിനെ കാട്ടിക്കൊടുത്തിട്ട് ഭഗവാൻ പറഞ്ഞു, ഇവൻ ഇപ്പൊ വന്നിരിക്കുന്നത് വലിയൊരു ഇവന്റെ കൊട്ടാര സദൃശമായിട്ടുള്ള കാറ്, ഗംഭീരമായ ആ കാറ് വലിയ ഒരു ഗർത്തത്തിലേക്ക് മറഞ്ഞ സമയത്ത് ഇവനെ ഞാൻ രക്ഷിച്ചു. അവനത് മനസ്സിലായി. എന്നെ കണ്ടില്ലെങ്കിലും അവന് മനസ്സിലായി. അവൻ ഓടി വന്നിരിക്കുകയാണ് എന്നോട് സന്തോഷം പറയാൻ വേണ്ടി, നന്ദി പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്ന് ആലോചിച്ചോളൂ, നിങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ സമയങ്ങളിലാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ ഞാൻ രക്ഷിച്ചു. നിങ്ങളൊക്കെ അറിയാതെ ആയിരം പ്രാവശ്യം നിങ്ങളെയൊക്കെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. എന്തൊരു വലിയ വല്ലാത്ത സന്ദേശമാണ്, എന്തൊരു വലിയ രക്ഷയാണ്, എന്തൊരു വലിയ ശക്തിയാണ് നമുക്കൊക്കെ തരുന്നത് ഭഗവാന്റെ ആ വാക്കുകൾ. നമ്മൾ അറിഞ്ഞും അറിയാതെ ഒക്കെ നമ്മുടെ കൂടെ സദാസമയം ഇരിക്കുന്ന ഭഗവാൻ. നമ്മളെ ചിലപ്പോ ഒന്നും അറിയാതെ മരണത്തിന്റെ കുഴിയിലേക്കൊക്കെ പോകുന്ന നമ്മളെ തട്ടി മാറ്റി രക്ഷിക്കുന്ന ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാൻ അന്ന് ഇവിടെ പറഞ്ഞത്, എത്ര ജനങ്ങള് ഒരു കാലത്ത് ഷിർദിയിലേക്കൊക്കെ എത്ര വില പിടിച്ച ആവശ്യമില്ലാത്ത സാധനങ്ങളെ കൊണ്ട് നിറച്ചതെന്നറിയും. ആർഭാട വസ്തുക്കളെ ധനികന്മാരായിട്ടുള്ള ഭക്തന്മാര് അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിടും. പണ്ടൊക്കെ ഷിർദിയിലെ വലിയ ഫിലിം സ്റ്റാർസും അതേമാതിരിയുള്ളവരൊക്കെ വരുമ്പോ വലിയ പൈസയും വളരെ വിലപിടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഭഗവാൻ എന്തിനാ അതൊക്കെ? ചിലരൊക്കെ ഭഗവാൻ പറയും, സത്യസായി ബാബ കടം വാങ്ങിയവരോടൊക്കെ പറഞ്ഞത്, ഞാൻ ഒന്നോ രണ്ടോ കാര്യം എനിക്ക് നേരിട്ട് അറിവുണ്ട്. എന്തിനാ അതൊക്കെ വാങ്ങിയിട്ട് വരുന്നത്? പിറ്റേ ദിവസം വരുമ്പോ ബാബ ആ കടം വാങ്ങിയ കാശ് ഒരു കവറിലിട്ട് കൊടുത്തിട്ടുള്ള കേസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ സംഗതി കണ്ടിട്ടുണ്ട്. വേഗം കൊണ്ടുപോയിട്ട് ഇനി അവിടുന്ന് തന്നെ ഭജിച്ചാൽ മതി, ഞാൻ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ദർശനം തരും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. തീർത്ഥയാത്രകൾക്കായി കടം വാങ്ങുന്നതൊന്നും ഭഗവാൻ ഇഷ്ടമല്ല. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഭഗവാനോട് ഭക്തി ഉണ്ടാവാനും ഭഗവാനോട് കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ചേർന്ന് നിൽക്കാനും. നമുക്കൊക്കെ ആദ്യം ദ്വൈതഭാവത്തിൽ കൂടിയാണല്ലോ അദ്വൈതത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ ആ ദ്വൈതഭാവത്തിൽ കൂടെ ഉറച്ചുകൊണ്ട് ഭഗവാനെ എല്ലായിടത്തും എവിടെയും കണ്ട് മെല്ലെ നമ്മുടെ ഉള്ളിലേക്ക് ചേർത്തി കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളില് ആ ഭഗവാൻ സഗുണസ്വരൂപത്തിൽ കൂടെ നിർഗുണമായ ആത്മഭാവത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതായ ചെറിയ കാര്യങ്ങളിലൂടെയുള്ള ഉപദേശങ്ങളാണ് ഇപ്പോൾ ഈ നമ്മൾ ഇന്ന് വായിച്ചത്. വളരെ ഉത്കൃഷ്ടമായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമുക്കത് സാംശീകരിക്കാൻ സാധിക്കട്ടെ. നമുക്കത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ കാര്യങ്ങൾ ഓർമ്മ വരട്ടെ. ആ കാര്യങ്ങൾ നമ്മുടെ ധ്യാനാവസ്ഥയിൽ നമ്മൾക്ക് മറ്റൊന്നിലും ശ്രദ്ധയില്ലാതെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ.
അതിൻ്റെ ചൈതന്യത്തിൽ കൂടെ, അതിൻ്റെ ശക്തിയിൽ കൂടെ നമ്മൾക്ക് ആധ്യാത്മികതയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് കയറുവാൻ സാധിക്കട്ടെ. അവിടെ എത്തി ആ ഏകമായ അവസ്ഥയിലേക്ക് സാംശീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിചാരം ഞാൻ ഇവിടെ നിർത്തുന്നു. എനിക്ക് മലപ്പുറത്ത് 10 മിനിറ്റ് കൊണ്ട് 9 മണിക്ക് മറ്റൊരു ഗുരുപൗർണിമ പ്രഭാഷണം ചെയ്യേണ്ടതുള്ളതുകൊണ്ട് മുമ്പ് നിർത്തുന്നു. സായിരാം. സായിരാം.